അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓട്സ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണയായിട്ട് വീട്ടിലുണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓട്സ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഓട്സ് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഓട്സ് നന്നായിട്ടൊന്ന് സോക്കായി വന്നോളൂ. ഇനി 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മധുരം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉപ്പ് മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് തന്നെ മതിയാകട്ടതൊന്ന് കുക്കായി വരാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പലഹാരം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഈ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓട്സും പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.